കാട് വന്യജീവികൾക്കും നാട് മനുഷ്യനും എന്ന മുദ്രാവാക്യവുമായി കോതമംഗലം രൂപത മനുഷ്യാവകാശ സംരക്ഷണ റാലി നടത്തും. വീടിനുള്ളിൽ പോലും മനുഷ്യൻ സുരക്ഷിതനല്ലാതാകുന്ന അവസ്ഥയാണെന്നും മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭരണാധികാരികളുടെ പ്രഥമമായ ഉത്തരവാദിത്തമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 28 ബുധനാഴ്ച വൈകുന്നേരം 3:30 കോതമംഗലം KSRTC ബസ് സ്റ്റാൻഡിന് പരിസരത്ത് നിന്ന് രൂപത സെന്റ് ജലൂസ് മോൺസിഞ്ഞോർ പയസ് മലക്കണ്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന റാലി കോതമംഗലം DFO ഓഫീസിന് സമീപം അവസാനിക്കും. ശാസ്ത്രീയമായി വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുക, നഷ്ടത്തിന് ആനുപാതിക നഷ്ടപരിഹാരം ലഭിക്കുവാൻ നിയമനിർമ്മാണം നടത്തുക, വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ആകുന്നവരുടെ ചികിത്സാ ചെലവും ജീവനാംശവും വനവകുപ്പ് ഏറ്റെടുക്കുക, വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ആഹാരവും ജലവും വനത്തിനുള്ളിൽ തന്നെ ക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മനുഷ്യാവകാശ റാലി നടത്തുന്നത്. വന്യജീവികളെ വനത്തിനുള്ളിൽ നിർത്തേണ്ടത് വനവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അത് സാധ്യമാകുന്നില്ലെന്ന് മാത്രമല്ല, കോതമംഗലം രൂപതയുടെ പരിധിയിൽ 30-ലധികം പ്രദേശങ്ങളിൽ വന്യജീവി ശല്യമുണ്ട്. ഇത് ഈ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന മനുഷ്യരുടെ ശാരീരിക, മാനസിക, സാമ്പത്തിക തലങ്ങളെ വളരെ ദോഷമായി ബാധിക്കുന്നുമുണ്ട്. കുട്ടികളുടെ പഠനത്തെയും വ്യക്തിത്വ രൂപീകരണത്തെയും പോലും വന്യജീവി ശല്യം നിഷേധാത്മകമായി സ്വാധീനിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഭരണകൂടങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന മനുഷ്യാവകാശ സംരക്ഷണ റാലിയിൽ രൂപതയുടെ വിവിധ മേഖലകളിൽ ഉള്ളവർ പങ്കുചേരും. സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സംസാരിക്കും. സ്നേഹമുള്ളവരെ, ഫെബ്രുവരി മാസം 28-ാം തീയതി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 നാം കോതമംഗലത്ത് ഒരുമിച്ച് ചേരുന്നു. വന്യമൃഗ ശല്യത്തിൽ നിന്നും കർഷകരെയും നാടിനെയും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഒരുമിച്ച് വരുന്നത്. നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണിത്. ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്.